സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 5 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി. അതിശക്തമായ മഴയിൽ പലയിടത്തും മണ്ണിടിച്ചിൽ, ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകിയും അപകടം. പല ഡാമുകളും തുറന്നേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള NDA സംസ്ഥാനതല നേതൃയോഗം ഇന്ന്. യോഗം BJP തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസായ നമോ ഭവനിൽ. വി മുരളീധരൻ, കെ സുരേന്ദ്രൻ, തുഷാർ വെള്ളാപ്പള്ളി, കുമ്മനം രാജശേഖരൻ തുടങ്ങിയ മുന്നണി നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും. കൊലക്കേസിൽ പ്രതി അമറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. പ്രതിയുടെ മാനസികാരോഗ്യ ജയിൽ സ്വഭാവ റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി നിർദ്ദേശം. ശിക്ഷ ലഘൂകരിക്കാൻ കാരണങ്ങളുണ്ടെങ്കിൽ പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കോടതി. അമറുൽ ഇസ്ലാം ജയിലിൽ ചെയ്ത ജോലി, പെരുമാറ്റ രീതി എന്നിവ വിയ്യൂർ ജയിൽ സൂപ്രണ്ട് സുപ്രീം കോടതി അറിയിക്കണം. അമറുലിന്റെ മനഃശാസ്ത്ര വിശകലനത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലെ പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. വീണ്ടും കേസ് പരിഗണിക്കുന്ന 12 ആഴ്ച വരെയാണ് വധശിക്ഷയ്ക്ക് സ്റ്റേ. ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിന്യായത്തിലാണ് പരാമർശം. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ശ്രീറാം വെങ്കിട്ടരാമനെതിരെ നരഹത്യാ കുറ്റം ചുമത്താൻ ഉത്തരവ്. തിരുവനന്തപുരം 1-ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. തനിക്കെതിരായ പോലീസ് കുറ്റപത്രം അടിസ്ഥാനരഹിതമാണെന്ന പ്രതിയുടെ വാദം കോടതി തള്ളി. കുറ്റങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്നും പ്രതി വിചാരണ നേരിടണമെന്നും ഉത്തരവിൽ. കണ്ണൂർ സർവകലാശാലയുടെ നിർണായക സെനറ്റ് യോഗം ഇന്ന്. ഗവർണറുടെ നിർദ്ദേശപ്രകാരം കണ്ണൂർ VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാല സെനറ്റിന്റെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നത് ഉൾപ്പെടെയുള്ള അജണ്ടകൾ യോഗത്തിൽ. ഗവർണർ നിയോഗിച്ച താൽക്കാലിക VC അധ്യക്ഷനാകും. സെനറ്റ് അംഗങ്ങളെ ഗവർണർ നോമിനേറ്റ് ചെയ്തതിൽ ഇടത് സംഘടനകൾ എതിർപ്പുന്നയിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരസ്യമാക്കുമെന്ന് വ്യക്തമാക്കി സർക്കാർ. തീരുമാനം സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടവർക്ക് റിപ്പോർട്ടിന്റെ പകർപ്പ് കൈപ്പറ്റാമെന്ന് ഉത്തരവ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കിയാകും സാംസ്കാരിക വകുപ്പ് റിപ്പോർട്ട് പുറത്തുവിടുക. സ്കൂളിലെ അനധികൃത പണപ്പിരിവുമായി ബന്ധപ്പെട്ട് കർശന നടപടി ഉണ്ടാകുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി. ഇക്കാര്യത്തിൽ നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും ഗൗരവമായി പരിശോധിക്കുമെന്നും മന്ത്രി. സംസ്ഥാന വ്യാപക പരിശോധന നടത്താൻ DEOമാർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി അറിയിച്ചു. UG പരീക്ഷ റദ്ദാക്കുന്നതിൽ സുപ്രീം കോടതി വിധി തിങ്കളാഴ്ച രാവിലെ അവസാനഘട്ട വാദം നടക്കും. പരീക്ഷാ കേന്ദ്രങ്ങൾ തിരിച്ചുള്ള ഫലം മറ്റന്നാൾ പ്രസിദ്ധീകരിക്കണമെന്നും കോടതി. പുനഃപരീക്ഷ എതിർത്ത് 254 ഹർജികൾ. കേസ് പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച്.
പ്രസിഡന്റ് രാജീവ് ചന്ദ്രനെ അയോഗ്യയാക്കി ഹൈക്കോടതി. 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും വിലക്കും. നടപടി കൂറുമാറ്റ നിരോധന നിയമപ്രകാരം രാജീവ് ചന്ദ്രനെ അയോഗ്യയാക്കണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആൻസി തോമസ് നൽകിയ കേസിൽ ഗുരുവായൂർ ദേവസ്വത്തിൽ ജോലി ചെയ്യുന്ന താത്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി. നിലവിലുള്ള ഒഴിവുകളിലേക്ക് നിയമന നടപടികളുമായി മുന്നോട്ടു പോകാൻ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് സുപ്രീം കോടതിയുടെ അനുമതി. നിയമന നടപടികളിൽ നിലവിലുള്ള താത്കാലിക ജീവനക്കാർക്ക് പങ്കെടുക്കാനും കോടതി അനുമതി നൽകി. ഉത്തർപ്രദേശിലെ ഗോണ്ടയിൽ ട്രെയിൻ പാളം തെറ്റി അപകടത്തിൽ 4 മരണം, നിരവധി പേർക്ക് പരിക്ക്. അപകടം മോത്തിഗഞ്ച് ജിലാഹി റെയിൽവേ സ്റ്റേഷന് സമീപം. തെറ്റിയത് ചണ്ഡീഗഡ് ദിബ്രുഗഡ് എക്സ്പ്രസിന്റെ 12 കോച്ചുകൾ. അപകടം ഉച്ചയ്ക്ക് 2:30 ഇന്നലെ. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയായിരുന്നു. ദുരിതബാധിതരെ സഹായിക്കാൻ ഹെൽപ്പ് ലൈൻ നമ്പറുകളും സജ്ജമാണ്. റെയിൽവേ ജീവനക്കാർ ജോലി ചെയ്യുന്നത് ഇൻഷുറൻസ് പരിരക്ഷയില്ലാതെയെന്ന് റെയിൽവേ ബോർഡ് ട്രാഫിക്. എറണാകുളം വാഴക്കാല സ്വദേശി രാജു നൽകിയ വിവരാവകാശത്തിനാണ് റെയിൽവേ ബോർഡിന്റെ മറുപടി. അപകടം, നഷ്ടപരിഹാരം എന്നിവയിൽ 10 വർഷം കൊണ്ട് റെയിൽവേ യാത്രക്കാർക്ക് നൽകിയത് 48.53 കോടി രൂപയാണെന്നും കൂടുതൽ നഷ്ടപരിഹാരം നൽകിയത് 2023-24 സാമ്പത്തിക വർഷത്തിലാണെന്നും വിവരാവകാശ രേഖയിൽ പറയുന്നു. പന്തളം നഗരസഭയിൽ അശാസ്ത്രീയമായി കെട്ടിട നികുതി പിരിക്കുന്നതായി പരാതി. പുതിയ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം ജനങ്ങളിൽ അധിക നികുതി ഭാരം അടിച്ചേൽപ്പിക്കുന്നു. നികുതി പരിഷ്കരണ നിയമം നടപ്പിലാക്കി ജനങ്ങളെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിയിടുന്നെന്നും ആരോപണം. കെട്ടിട നികുതി നിയമപ്രകാരം 3 വർഷത്തിന് മുൻപുള്ള നികുതി പിരിക്കാൻ പാടില്ല എന്നിരിക്കെ 2016 മുതലുള്ള നികുതി ജനങ്ങളിൽ നിന്ന് പിരിക്കാൻ ശ്രമിക്കുന്നതായും പരാതി. തൃശൂർ മതിലകത്ത് മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിൽ യുവാവ് അറസ്റ്റിലായത് മതിൽമൂല സ്വദേശി ഷബീബ്. പൂവത്തുംകടവ് ഫാമേഴ്സ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ 2 വള പണയം വെച്ച് തട്ടിയെടുത്തത് 85,000 രൂപ. ഇതേ പണയം വീണ്ടും പുതുക്കിയെടുക്കാൻ ചെന്നപ്പോൾ സംശയം തോന്നിയതോടെയാണ് മുക്കുപണ്ടം തിരിച്ചറിഞ്ഞത്. ഇന്ന് കേരളത്തിൽ നിന്നാദ്യമായി പാർലമെന്റിലേക്ക് എത്തിയ വനിതാ MP ആനി മിസ്കിന്റെ ഓർമ്മ ദിനം. ഭരണഘടനയുടെ കരട് രേഖയിൽ ഒപ്പുവെച്ച വനിത, സ്വാതന്ത്ര്യസമര സേനാനി എന്നീ നിലകളിൽ പ്രമുഖയായ ആനി തിരുവിതാംകൂറിന്റെ വീരാംഗന എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിന്റെ സാമൂഹിക രംഗത്ത് സമാനതകളില്ലാത്ത ഇടപെട്ട വനിത കൂടിയാണ് ആനി മിസ്കി. ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ച ബാങ്ക് ദേശസാത്കരണത്തിന് ഇന്ന് 55 വയസ്സ്. ഇന്ദിരാഗാന്ധി സർക്കാർ 1969 ജൂലൈ 19 14 ബാങ്കുകളെ പൊതുമേഖലാ ബാങ്കുകളായി പ്രഖ്യാപിച്ചത്.
ഇത് രാജ്യത്തെ നിക്ഷേപത്തിന്റെ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്നത് ഈ ബാങ്കുകളാണ്. ബാങ്കിംഗ് കമ്പനീസ് ഓർഡിനൻസ് എന്ന പേരിൽ പ്രത്യേക നിയമം പാസാക്കിയാണ് ദേശസാത്കരണം നടപ്പാക്കിയത്. തൃശൂർ ഒളരി കാഞ്ഞാണി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി ആം ആദ്മി പാർട്ടി. പ്രതിഷേധം നടത്തിയത് AFP തൃശൂർ മണ്ഡലം കമ്മിറ്റി. മാർച്ചുമായി എത്തിയ പ്രവർത്തകർ റോഡിലെ അപകടം നിറഞ്ഞ 3 കുഴികൾ മണ്ണിട്ട് നികത്തി. തൃശൂർ ചാലക്കുടിയിൽ ചായക്കടയുടെ മറവിൽ ചാരായ വിൽപ്പന നടത്തിയ ആൾ അറസ്റ്റിലായത് വേളൂക്കര സ്വദേശി വർഗീസ്. പ്രതിയുടെ വീട്ടിൽ നിന്ന് പിടികൂടിയത് 100 ലിറ്റർ വാഷും 2 ലിറ്റർ ചാരായം. ഹിന്ദുസ്ഥാൻ അഗ്രി ഇന്ത്യ ലിമിറ്റഡ് കമ്പനി നടത്തിയ തട്ടിപ്പിൽ പണം നഷ്ടമായവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിനൊരുങ്ങുന്നു. കോടികൾ തട്ടിപ്പ് നടത്തിയ കമ്പനി ഉടമയെ പിടികൂടാത്ത പോലീസ് നടപടിക്കെതിരെയാണ് സമരം ശക്തമാക്കുന്നത്. ബാങ്ക് എന്ന പേരിൽ പണം സ്വീകരിച്ച കമ്പനി ഉടമ കോടികളുമായി മുങ്ങുകയായിരുന്നു. മുഴുവൻ നിക്ഷേപകരെയും അണിനിരത്തി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരത്തിനൊരുങ്ങുകയാണ് നിക്ഷേപകർ. കാസർഗോഡ് ജില്ലയിൽ ജീവിതശൈലി രോഗികളുടെയും വൃക്ക രോഗികളുടെയും എണ്ണത്തിൽ വർധന. 67,707 പേർക്ക് പ്രമേഹവും രക്തസമ്മർദ്ദവും അടക്കമുള്ള ജീവിതശൈലി രോഗങ്ങളുണ്ടെന്ന് സർവേ ഫലം. 700-ന് മുകളിൽ ഡയാലിസിസിന് വിധേയരാകുന്ന വൃക്ക രോഗികളുണ്ടെന്നും ആരോഗ്യ വകുപ്പ് നടത്തിയ ശൈലി സർവേയിൽ കണ്ടെത്തി. 30 വയസ്സിന് മുകളിലുള്ള 5.99 ലക്ഷം പേരിലാണ് സർവേ നടത്തിയത്. ഇരിങ്ങാലക്കുടയിൽ കരുവന്നൂർ പുഴ നിറഞ്ഞൊഴുകുമ്പോഴും ഇല്ലിക്കൽ റെഗുലേറ്റർ മുഴുവനായും തുറക്കാൻ തയ്യാറാകുന്നില്ലെന്ന് പരാതി. മഴ കനത്തിട്ടും റെഗുലേറ്റർ തുറക്കാതായതോടെ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുകയാണ് പ്രദേശവാസികൾ. ജലസേചന വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള റെഗുലേറ്ററിന്റെ മുഴുവൻ ഷട്ടറുകളും വേഗത്തിൽ തന്നെ തുറക്കണമെന്ന് ആവശ്യമുയരുന്നു. മലയാളികൾ കാത്തിരിക്കുന്ന കൊച്ചി ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് ഉടൻ ആരംഭിക്കും. സർവീസ് പ്രായോഗികമാക്കണമെന്ന ഓപ്പറേഷൻ മെക്കാനിക്കൽ വിഭാഗങ്ങൾ ദക്ഷിണ റെയിൽവേക്ക് റിപ്പോർട്ട് കൈമാറി. ആഴ്ചയിൽ 3 ദിവസം വരെ സർവീസ് നടത്താനാണ് നിർദ്ദേശം. ഓണത്തിന് മുൻപ് തന്നെ വന്ദേ ഭാരത് സർവീസ് ആരംഭിക്കാനാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത്. മണ്ണിടിച്ചിലിനെ തുടർന്ന് 2 വീടുകൾ അപകടാവസ്ഥയിൽ. 4 ദിവസങ്ങളായി ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിൽ മണ്ണിടിഞ്ഞതോടെയാണ് വീടുകൾ അപകടാവസ്ഥയിലായത്. ഇതിനെ തുടർന്ന് വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു. കൊണ്ടോട്ടെ കുന്നത്തുപറമ്പ് സ്വദേശികളായ സുഹറയുടെയും നാസറിന്റെയും വീടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ അപകടാവസ്ഥയിലായത്. ഓടിക്കാൻ തയ്യാറെടുക്കുന്ന
തയ്യാറെടുത്ത് പത്തനംതിട്ട നിലയ്ക്കലിലെ അട്ടത്തോട് ട്രൈബൽ സ്കൂളിലെ കുട്ടികൾ. ആദിവാസി ഊരുകളിലെ വിദ്യാർത്ഥികളെ ക്ലാസുകളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് ആധുനിക കളിപ്പാട്ടങ്ങൾ സ്കൂളിൽ ലഭ്യമാക്കിയത്. പുതിയ കളിപ്പാട്ടങ്ങളുടെ വരവോടെ കുട്ടികളും ആവേശത്തിലാണ്. സ്കൂളിലെ പ്രധാന അധ്യാപകൻ ബിജു അമ്പൂരിയുടെ നിർദ്ദേശപ്രകാരം ചെന്നൈയിൽ നിന്നാണ് കളിപ്പാട്ടങ്ങൾ എത്തിച്ചത്. തൃശൂർ മേയർ MK വർഗീസിനെ ചൊല്ലി LDF-ൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായതിനു പിന്നാലെ രാഷ്ട്രീയ നീക്കവുമായി കോൺഗ്രസ്. CPI-യുമായി ഇടഞ്ഞു നിൽക്കുന്ന മേയറുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാനും കോർപ്പറേഷനിൽ ഉടനീളം പ്രചരണം നടത്താനും DCCയുടെ തീരുമാനം. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഇന്ന് തുടക്കമിടുന്ന സമരപരമ്പര DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് ആലത്തൂർ കാട്ടുശ്ശേരിയിൽ സ്കൂൾ ബസ് കനാലിലേക്ക് മറിഞ്ഞു. 40ഓളം വിദ്യാർത്ഥികളുമായി പോയ ASMM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ബസ്സാണ് മറിഞ്ഞത്. പരുക്കേറ്റ വിദ്യാർത്ഥികളെ സമീപത്തെ പാടത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾ ചേർന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു. അടുത്ത ബജറ്റ് പ്രഖ്യാപനത്തിൽ സ്വർണ്ണ വിലയിലെ മാറ്റം ഉറ്റുനോക്കി വ്യാപാരികൾ. സ്വർണ്ണാഭരണ വിപണിയിലെ പ്രതീക്ഷ ബജറ്റിൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ വെട്ടിക്കുറയ്ക്കുമെന്ന് 15% നിന്ന് 10% കുറയ്ക്കുമെന്നും പ്രതീക്ഷ. കേന്ദ്ര ബജറ്റ് അവതരണം ഈ മാസം 23-ന്. കാട്ടുപന്നിയെ വേട്ടയാടി പിടിച്ച കേസിൽ തൃശൂർ ഒല്ലൂരിൽ 2 പേർ അറസ്റ്റിൽ. മന്ദാമംഗലം ദർഭ സ്വദേശികളായ ഡോൺ, തങ്കച്ചൻ എന്നിവരാണ് അറസ്റ്റിലായത്. മാന്താമംഗലം ദർഭ ഭാഗത്തു നിന്നാണ് ഇവർ കാട്ടുപന്നിയെ വെടിവെച്ച് പിടിച്ചത്. ഡോണിന്റെ വീട്ടിൽ നിന്നും പന്നിയെ പിടികൂടാൻ ഉപയോഗിച്ച കേബിൾ കുരുക്കുകളും നാടൻ തോക്കിൽ ഉപയോഗിക്കുന്ന ഈയക്കട്ടകളും കരിമരുന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. യാത്രക്കാർക്ക് ഭീഷണിയായ കൊല്ലം കുന്നിക്കോട് പത്തനാപുരം റോഡിലെ കുഴികളിൽ നാട്ടുകാർ വാഴ നട്ടു. ശബരി ബൈപ്പാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കുന്നിക്കോട് പത്തനാപുരം റോഡിലാണ് വാഴ നട്ടത്. ഏകദേശം 3 അടിയോളം ആഴം വരുന്ന കുഴികളിലാണ് റോഡുകളിലുള്ളത്. മഴയായതിനാൽ റോഡിൽ വെള്ളം കെട്ടിക്കിടന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് തടയാനാണ് നാട്ടുകാർ വാഴ നട്ടത്. കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിൽ വെള്ളം കയറി. മുത്തങ്ങയ്ക്കും പൊൻകുഴിക്കും ഇടയിലാണ് വെള്ളം കയറിയത്. പാതയിൽ ഗതാഗത നിരോധനം. കെറെയിലിന് ഗുണനിലവാര സർട്ടിഫിക്കേഷനായ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ചു. സോഷ്യൽ മീഡിയയിലൂടെ കെറെയിൽ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. റെയിൽവേ വികസനം, പുനർവികസനം, നടത്തിപ്പ്, പരിപാലനം പദ്ധതികളുടെ സാധ്യത പഠന റിപ്പോർട്ട്, വിശദമായ രൂപരേഖ തയ്യാറാക്കൽ, പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസി, എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി എന്നിവയാണ് കെറെയിലിന്റെ പ്രധാന സേവനങ്ങൾ. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ കക്കയം ജലസംഭരണിയിൽ ഓറഞ്ച് അലർട്ട്. മുന്നറിയിപ്പ്. ജലനിരപ്പ് 756.50 മീറ്ററിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഡാമിലെ അധിക ജലം തുറന്നുവിടുന്നതിന്റെ മുന്നോടിയായുള്ള 2ാം ഘട്ട മുന്നറിയിപ്പ് എന്ന രീതിയിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ. ദക്ഷിണ ഉത്തര കർണാടകയിലും ഉടുപ്പി, ഷിമോഗ, ചിക്കമംഗ്ലൂരു, കുടക് എന്നിവിടങ്ങളിൽ കനത്ത മഴ. കര കവിഞ്ഞൊഴുകി കാവേരി, കബനി നദികൾ. സംസ്ഥാനത്ത് ഇന്നും റെഡ് അലർട്ട്.
ഉത്തര കർണാടകയിലെ തോരാമഴയിൽ ദേശീയപാത 66 മണ്ണിടിച്ചിൽ. അങ്കോള താലൂക്കിലെ ഷിരൂരിന് സമീപം ഉരുൾപൊട്ടലിൽ 7 മരണം. കാഞ്ഞിരക്കൊല്ലി വനത്തിലും ഉരുൾപൊട്ടിയതായി സംശയം. ഹാസനിൽ കനത്ത മഴയിൽ കാർ മണ്ണിനടിയിൽ കുഴുങ്ങി. ജാഗ്രതാ നിർദ്ദേശം നൽകി കർണാടക പോലീസ്. കർണാടകയിലെ അങ്കോള താലൂക്കിലെ ഷിരൂരിൽ ഉരുൾപൊട്ടലിൽ 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. ഇതോടെ മരണസംഖ്യ 7ആയി. പ്രദേശത്ത് 15 പേരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നതായി സംശയമെന്ന് അധികൃതർ. കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടർന്ന് NDRF സംഘവും കോസ്റ്റ് ഗാർഡും. രക്ഷാപ്രവർത്തനം 3-ാം ദിവസവും തുടരുന്നു. സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയായേക്കുമെന്ന് റിപ്പോർട്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ മകനും മന്ത്രിയുമാണ് ഉദയനിധി. ആഗസ്റ്റ് 22-ന് സ്റ്റാലിൻ അമേരിക്കയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് സത്യപ്രതിജ്ഞ നടക്കുമെന്നാണ് റിപ്പോർട്ട്. ഉദയനിധി സ്റ്റാലിൻ നിലവിൽ തമിഴ്നാട് സർക്കാരിൽ യുവജനകാര്യ കായിക മന്ത്രി ആണ്. ഉദയനിധി പ്രതിനിധീകരിക്കുന്നത് ചെപ്പോക്ക് തിരുവല്ലിക്കേനി മണ്ഡലത്തെ. ഉത്തർപ്രദേശ് മുസാഫർ നഗറിലെ കൻവാർ തീർത്ഥയാത്രാ നിരത്തിലെ ഭക്ഷണശാലകളിൽ ഉടമസ്ഥരുടെയോ ജീവനക്കാരുടെയോ പേരുകൾ അടങ്ങിയ ബോർഡുകൾ പ്രദർശിപ്പിക്കണമെന്ന് പോലീസ്. 240 കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്രയിൽ തീർത്ഥാടകർക്ക് ആശയക്കുഴപ്പം ഉണ്ടാകരുത്. ക്രമസമാധാന പ്രശ്നങ്ങളില്ലാതെ കൻവാർ യാത്ര സുഗമമായി നടത്തുകയാണ് ലക്ഷ്യമെന്നും പോലീസ്. അതേസമയം പ്രദേശത്ത് കച്ചവടം നടത്തുന്ന മുസ്ലിങ്ങൾ തങ്ങളുടെ കടകൾക്ക് ഹിന്ദു ദൈവങ്ങളുടെ പേരിടരുതെന്ന UP മന്ത്രി കപിൽദേവ് അഗർവാളിന്റെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ ഭരണകൂടം പുതിയ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. കൻവാർ തീർത്ഥയാത്രാ നിരത്തിലെ ഭക്ഷണശാലകളിൽ ബോർഡുകൾ പ്രദർശിപ്പിക്കാൻ ആവശ്യപ്പെട്ടതിൽ വിമർശനങ്ങൾ. തൊട്ടുകൂടായ്മ നിർത്തലാക്കിയ ആർട്ടിക്കിൾ 17ന്റെ ലംഘനമെന്നും ഉത്തർപ്രദേശ് സർക്കാർ തൊട്ടുകൂടായ്മയെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും ലോക്സഭാ MP അസദുദ്ദീൻ വൈസി. തീരുമാനം നാസി ജർമ്മനിക്ക് സമാനമെന്ന് തിരക്കഥാകൃത്ത് ജാവേദ് അക്തർ. ഉത്തരവ് സാമൂഹിക കുറ്റകൃത്യമെന്നും വിചിത്രമായ നടപടിയിൽ കോടതി സ്വമേധയാ കേസെടുക്കണമെന്നും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്. നടപടി നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്ര. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച RSS അധ്യക്ഷൻ മോഹൻ ഭാഗവത്. ചില ആളുകൾ അമാനുഷികരാകാനും പിന്നീട് ഭഗവാനാകാനും ആഗ്രഹിക്കുന്നു എന്നായിരുന്നു പരാമർശം. ഇന്ത്യയിലേക്ക് 1 ഗ്രാം മയക്കുമരുന്ന് പോലും കടക്കാൻ സർക്കാർ അനുവദിക്കുന്നില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മയക്കുമരുന്ന് വിതരണ ശൃംഖല തകർക്കാൻ ശക്തമായി നീക്കങ്ങൾ നടത്താൻ അമിത്ഷാ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകി. മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയെ അറിയിക്കാൻ ഹെൽപ്പ് ലൈൻ നമ്പറും ആരംഭിച്ചു. ധോത്തി ധരിച്ചെത്തിയ വയോധികന് പ്രവേശനം നിഷേധിച്ച മാൾ താത്കാലികമായി അടച്ചുപൂട്ടാൻ കർണാടക സർക്കാർ. കർണാടകയിലെ GT മാൾ 7 ദിവസത്തേക്ക് അടച്ചിടുമെന്ന് കർണാടക നഗരവികസന മന്ത്രി B. സുരേഷ്. പ്രഖ്യാപനം വ്യാഴാഴ്ച നിയമസഭയിൽ വിഷയം ഉന്നയിക്കുന്നതിനിടെ പ്രവേശനം നിഷേധിച്ച വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായതോടെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. സംഭവത്തിൽ മാപ്പ് പറഞ്ഞ അധികൃതർ. കർണാടകയിൽ സ്വകാര്യ മേഖലയിൽ തദ്ദേശീയർക്ക് സംവരണം നൽകുന്ന ബില്ലിൽ പ്രതിഷേധിച്ച ഫോൺ പേ സ്ഥാപകൻ സമീർ നിഗം. കർണാടകയിൽ വളർന്ന തന്റെ മക്കൾ സ്വന്തം നഗരത്തിൽ ജോലിക്ക് അർഹരല്ലേ എന്ന് സമീർ. പുതിയ ബിൽ പ്രകാരം മാനേജ്മെന്റ് റോളുകളിൽ 50%, നോൺ മാനേജ്മെന്റ് റോളുകളിൽ 70%മാണ് തദ്ദേശീയർക്ക് സംവരണം. തന്റെ കമ്പനികളിലൂടെ ഇന്ത്യയിലുടനീളം 25,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും സമീർ എക്സിൽ.
ഡൽഹി GTB ആശുപത്രിയിലെ വെടിവെപ്പിൽ പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ 3 പേർ കൂടി അറസ്റ്റിലായ മൈനർ കേസിലെ പ്രധാന ഷൂട്ടർ എന്ന് പോലീസ്. കുപ്രസിദ്ധ കുറ്റവാളി വസീം എന്ന് തെറ്റിദ്ധരിച്ച് മറ്റൊരാളെ കൊലപ്പെടുത്തിയതെന്നാണ് കേസ്. ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട പരാതിയെ ഭരണകൂടം പരിഹരിച്ചില്ലെന്ന ആരോപണം. കളക്ടറുടെ ഓഫീസിന്റെ തറയിൽ ഉരുണ്ട് പ്രതിഷേധിച്ച കർഷകൻ. വ്യത്യസ്ത പ്രതിഷേധം നടത്തിയത് ശങ്കർലാൽ എന്ന വൃദ്ധ കർഷകൻ. മധ്യപ്രദേശിലെ മൻസൗർ ജില്ലയിലാണ് പ്രതിഷേധം. എന്നാൽ ഉദ്യോഗസ്ഥ ഒത്താശയോടെ ഭൂമാഫിയ ഭൂമി തട്ടിയെടുത്തെന്ന കർഷകന്റെ ആരോപണം നിഷേധിച്ച കളക്ടർ ദിലീപ് യാദവ്. ആരാധനാലയങ്ങളുടെയും പ്രമുഖ ക്ഷേത്രങ്ങളുടെയും പേരുകൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ കർശന നിയമം കൊണ്ടുവരാൻ ഉത്തരാഖണ്ഡ്. നടപടി ഗംഗോത്രി, കേദാർനാഥ്, ബദരീനാഥ് പോലുള്ള പ്രമുഖ ക്ഷേത്രങ്ങളുടെ പേരുകൾ ചില വ്യക്തികളോ സംഘടനകളോ ഉപയോഗിക്കുന്നതായി നിരീക്ഷിക്കപ്പെട്ടതോടെ സമാനമായ പേരുകൾ ഉപയോഗിക്കുന്നത് പൊതുജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതായും വിലയിരുത്തൽ. ഉത്തർപ്രദേശിൽ BJP തോറ്റതിന്റെ കാരണങ്ങൾ നിരത്തി പാർട്ടി റിപ്പോർട്ട് പുറത്തുവിട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ഭിന്നതകൾ നിലനിൽക്കെ. വിലയിരുത്തലിൽ ചോദ്യപേപ്പർ ചോർച്ച, സർക്കാർ ജോലികളിലെ കരാർവൽക്കരണം, സംസ്ഥാന ഭരണത്തിലെ ഉന്നത ഇടപെടൽ ഉൾപ്പെടെ കാരണങ്ങൾ. സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേടിയത് 80 സീറ്റുകളിൽ 36 സീറ്റ് മാത്രം. സർക്കാർ ഗോഡൌണിൽ നിന്ന് 2 കോടി രൂപയുടെ അരി മോഷ്ടിച്ച കേസിൽ BJP നേതാവ് അറസ്റ്റിൽ. പിടിയിലായത് കർണാടക BJP നേതാവായ മണികാന്ത് റാത്തോഡ്. മണികാന്ത് മോഷ്ടിച്ചത് സർക്കാരിന്റെ അന്നഭാഗ്യ പദ്ധതി വഴി വിതരണം ചെയ്യാനായി വെച്ചിരുന്ന 6077 ക്വിന്റൽ അരി. സാമ്പത്തിക പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് 10 കിലോ വീതം അരി നൽകുന്ന പദ്ധതിയാണ് അന്നഭാഗ്യ. പശ്ചിമ ത്രിപുരയിൽ മത്സ്യക്കുളം നിർമ്മിക്കുന്നതിനിടെ മോർട്ടാർ ഷെല്ലുകൾ കണ്ടെത്തി. ഷെല്ലുകൾ 1971 ഇന്ത്യ-പാക് യുദ്ധകാലത്തേതെന്ന് നിഗമനം. ആകെ 27 മോർട്ടാർ ഷെല്ലുകളാണ് കണ്ടെത്തിയത്. സംഭവസ്ഥലത്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെയും TSR ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ പരിശോധന തുടരും. മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോളിൽ നക്സലിസം അവസാനിച്ചതായി SP നീലോത് പാൽ. പ്രദേശത്തെ മുഴുവൻ നക്സലുകളെയും നിരായുധീകരിച്ചു. 12 നക്സലുകൾ കൊല്ലപ്പെട്ടതായും SP. ഗഡ്ചിരോളി നക്സൽ വിമുക്തമാണെന്നും 11ഓളം ആയുധങ്ങളും ലഘുലേഖകളും പിടിച്ചെടുത്തതായും SP. ഗഡ്ചിരോളിയിൽ ആരംഭിച്ച സ്റ്റീൽ പ്ലാന്റിനായി 125 ഏക്കർ സ്ഥലം സംഭാവന നൽകി മഹാരാഷ്ട്ര മന്ത്രി ധർമ്മറാവു ബാബ അത്ര. പദ്ധതിയുടെ ഭൂമി പൂജ നിർവഹിച്ചത് ഉപമുഖ്യമന്ത്രിമാരായ ദേവേന്ദ്ര ഫട്നാവിസും അജിത് പവാറും ചേർന്ന്. പദ്ധതിയിലൂടെ 10,000 കോടി രൂപയുടെ നിക്ഷേപവും 8,000-ഓളം പേർക്ക് തൊഴിലും ലഭിക്കുമെന്ന് ധർമ്മറാവു ബാബ അത്ര. ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ ഏറ്റുമുട്ടൽ, 32 മരണമെന്ന് റിപ്പോർട്ട്, 100ഓളം പേർക്ക് പരുക്ക്. പ്രതിഷേധം സർക്കാർ ജോലികളിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബത്തിലുള്ളവർക്ക് 30% സംവരണമെന്ന കോടതി നിയമത്തിനെതിരെ. ബംഗ്ലാദേശിലെ ഇന്ത്യൻ പൗരന്മാർക്കും വിദ്യാർത്ഥികൾക്കും യാത്ര ഒഴിവാക്കാൻ നിർദ്ദേശം നൽകി ഇന്ത്യൻ ഹൈക്കമ്മീഷൻ. വിദ്യാർത്ഥികളുമായി സംസാരിക്കാൻ തയ്യാറെന്ന് സർക്കാർ. ഏറ്റുമുട്ടൽ സംവരണ വിരുദ്ധരും വിദ്യാർത്ഥി സംഘടനാ അംഗങ്ങളും പോലീസും തമ്മിൽ. ബംഗ്ലാദേശിൽ സ്കൂളുകളും കോളേജുകളും റോഡുകളും അടച്ചു. കോയമ്പത്തൂരിൽ +2 വിദ്യാർത്ഥി ഓടിച്ച കാറിടിച്ച് അതിഥി തൊഴിലാളി മരിച്ചു. തൊഴിലാളിയെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം മീഡിയനിലേക്ക് ഇടിച്ചു കയറിയ കാർ കത്തി നശിച്ചു. തീപിടിച്ച കാറിനുള്ളിൽ കുടുങ്ങിയ വിദ്യാർത്ഥി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ജോലിഭാരം കൂടുന്നു. ചൈനയിൽ നേക്കഡ് റെസിഗ്നേഷനുമായി യുവാക്കൾ. ഭാവിയെക്കുറിച്ച് ആലോചിക്കാതെ നിലവിലെ ജോലി രാജിവെക്കുന്ന രീതിയാണ് നേക്കഡ് റെസിഗ്നേഷൻ. യുവാക്കളുടെ വ്യത്യസ്തമായ പ്രതിഷേധം ചൈനയുടെ സാമ്പത്തിക രംഗത്തെ ബാധിക്കുമോ എന്ന ഭീതിയിൽ വിദഗ്ധർ. ഡൊണാൾഡ് ട്രംപിന്റെ തലയ്ക്ക് വെടിയുതിർക്കാനാണ് അക്രമി ലക്ഷ്യം വെച്ചതെന്ന് തെളിയിക്കുന്ന വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് ഗ്രാഫിക് സഹായത്തോടെ ട്രംപിന്റെ തല സ്നൈപ്പറുടെ ക്രോസ് ഷെയറിന് നടുവിൽ കാണിച്ചുകൊണ്ടുള്ള ദൃശ്യം. ജീവൻ രക്ഷപ്പെട്ടത് ട്രംപ് തല ചെരിച്ച മൈക്രോഫോണിലേക്ക് ചാഞ്ഞതുകൊണ്ടെന്നും വീഡിയോ ദൃശ്യങ്ങളിൽ. വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്
ദി റൗണ്ട് ടേബിൾ ഷോ US ജേർണലിസ്റ്റ് മാരിയോ നഫലിന്റെ എക്സ്പോസ്റ്റ്. സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയെ പരിഹസിച്ചതിന് മാധ്യമപ്രവർത്തകയ്ക്ക് പിഴ. ജോർജിയ മെലോണിക്ക് 5000 യൂറോ നൽകാൻ ഉത്തരവിട്ട് മിലാൻ കോടതി. പിഴ ചുമത്തിയിരിക്കുന്നത് മെലോണിയുടെ ഉയരത്തെക്കുറിച്ച് 2021 ഒക്ടോബറിൽ ട്വിറ്ററിൽ പരിഹസിച്ചതിൽ. ട്വീറ്റിന് പിന്നാലെ മെലോണിയെ ബോഡി ഷെയ്മിംഗ് ചെയ്തതിന് മാധ്യമപ്രവർത്തക വിവാദത്തിലായിരുന്നു. ഗസയിലെ മലിനജലത്തിൽ പോളിയോ വൈറസ് കണ്ടെത്തി. ക്യാമ്പുകളിൽ താമസിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ നിർദ്ദേശം നൽകി ഗസ മന്ത്രാലയം. പകർച്ചവ്യാധി പിടിപെടാനും വൈകല്യങ്ങൾക്കും പക്ഷാഘാതത്തിനും ഇടയാക്കുമെന്ന് മുന്നറിയിപ്പ്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ജോ ബൈഡൻ പിന്മാറണമെന്നാവശ്യപ്പെട്ട് ബറാക് ഒബാമ. ബൈഡന്റെ വിജയസാധ്യത കുറവാണെന്നും സ്ഥാനാർത്ഥിത്വം പുനഃപരിശോധിക്കണമെന്നും ഒബാമ. ലണ്ടനിൽ വെടിവയ്പിൽ പരിക്കേറ്റ മലയാളി പെൺകുട്ടി ലിസൽ മരിയയുടെ നില ഗുരുതരമായി തുടരുന്നു. തുർക്കി കഫേയായ ഹെവനിലേക്ക് തുർക്കി വിരുദ്ധ സംഘം നടത്തിയ വെടിവയ്പ്പിനിടെയാണ് ലിസലിന് വെടിയേറ്റത്. മെയ് 29 നടന്ന വെടിവയ്പിൽ റെസ്റ്റോറന്റിന് പുറത്തിരുന്ന 3 പേർക്കും വെടിയേറ്റിരുന്നു. 150 മില്യൺ വർഷം പഴക്കമുള്ള ഡൈനോസറിന്റെ ഫോസിൽ ലേലത്തിന് വിറ്റത് റെക്കോർഡ് വിലയ്ക്ക്. ന്യൂയോർക്കിലെ സോത്ബിയുടെ ലേലത്തിൽ വിറ്റത് $44.6 മില്യൺ. ഡൈനോസറിന്റെ അസ്ഥികൂടത്തിന് 11 അടി ഉയരവും 20 അടി നീളവും. കനത്ത ചൂടും പൊടിക്കാറ്റും കുവൈറ്റിൽ ജാഗ്രതാ മുന്നറിയിപ്പുമായി ജനറൽ ഫയർഫോഴ്സ്. പൊടിപടലങ്ങൾ ദൂരക്കാഴ്ച കുറയ്ക്കാനും മറ്റു പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ്. വരും ദിവസങ്ങളിലും പൊടിപടലനത്തിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം. രാവിലെ മുതൽ രൂപം കൊണ്ട കാറ്റ് മിക്കയിടത്തും പൊടിപടലങ്ങൾ പടർത്തി. പഴയ കറൻസി നോട്ടുകൾ മാറാൻ നിർദ്ദേശം നൽകി കുവൈറ്റ് സെൻട്രൽ ബാങ്ക്. നിർദ്ദേശം കുവൈറ്റ് ദിനാർ 5ാം എഡിഷൻ നോട്ടുകൾ മാറാൻ. ഇത്തരം നോട്ടുകൾ കൈവശമുള്ളവർ സെൻട്രൽ ബാങ്കിന്റെ ഫൈനാൻഷ്യൽ ഹാള് സന്ദർശിച്ച് നോട്ടുകൾ കൈമാറണം. നോട്ടുകൾ മാറ്റിയെടുക്കാനാവുക 2025 ഏപ്രിൽ 18 വരെ. കുവൈറ്റിൽ ഫാമിലി വിസ എടുക്കാനും ഗാർഹിക വിസ മാറ്റാനും വൻ തിരക്ക്. കുടുംബ വിസ ലഭിക്കാൻ അവസരമുള്ളത് ഭാര്യയ്ക്കും 14 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കും. ആദ്യ ദിവസം ലഭിച്ചത് 1000-ലേറെ അപേക്ഷകൾ. ഫാമിലി വിസ എടുക്കാൻ സ്പോൺസർക്ക് ബിരുദ സർട്ടിഫിക്കറ്റ് വേണമെന്ന നിബന്ധനയിൽ ഇളവ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അപേക്ഷകരിലെ വർധനവ്. മഴയിൽ വീടുകൾ തകർന്നവർക്ക് 1.5 കോടി രൂപ അനുവദിച്ച ഷാർജ ഭരണാധികാരി. മഴക്കെടുതിയിൽ വീട് പൂർണ്ണമായും തകർന്നവർക്കുള്ള നഷ്ടപരിഹാരം 50,000 ദിർഹം വീതമായി ഉയർത്താനും ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം. പ്രഖ്യാപനം ഷാർജ റേഡിയോ ടെലിവിഷൻ പരിപാടിയായ ഡിറക്ട് ലൈനിൽ. ഇതുവരെ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് 618 പേർക്ക് നഷ്ടപരിഹാര തുക അനുവദിച്ചു കഴിഞ്ഞതായി ഷാർജ ഗവൺമെന്റ് മീഡിയ ബ്യൂറോ. പൈതൃക പദ്ധതി നിർമ്മാണം 2 വർഷത്തേക്ക് കൂടി നീട്ടാൻ സൗദി മന്ത്രിസഭ അംഗീകാരം. 2030ഓടെ പ്രതിവർഷം 15 ദശലക്ഷം സന്ദർശകരെ ആകർഷിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയതാണ് ജിദ്ദ പൈതൃക നഗരി. ബിസിനസ് ക്ലാസിൽ പുതിയ യാത്രാ അനുഭവം സമ്മാനിക്കാൻ ക്യൂസൂട്ട് നെക്സ്റ്റ് ജെൻ ബിസിനസ് ക്ലാസുമായി ഖത്തർ എയർവേസ്. ബ്രിട്ടനിലെ ഫാൻബറോയിൽ നടക്കുന്ന എയർ ഷോയിൽ പുതിയ ജനറേഷൻ ബിസിനസ് ക്ലാസ് അവതരിപ്പിക്കുമെന്ന് കമ്പനി. ലോകത്തെ ഏറ്റവും മികച്ച ബിസിനസ് ക്ലാസിനുള്ള സ്കൈ ട്രാക്സ് പുരസ്കാരം നേടിയ ഖത്തർ എയർവേസ് വീണ്ടും യാത്രക്കാരെ അമ്പരപ്പിക്കാനൊരുങ്ങുകയാണ്.
PM കിസാൻ യോജന പദ്ധതിയിലെ ആനുകൂല്യം ഇക്കുറി ബജറ്റിൽ കേന്ദ്ര സർക്കാർ കൂട്ടിയേക്കും. നിലവിൽ പ്രതിവർഷം കർഷകർക്ക് ലഭിക്കുന്നത് 6000 രൂപ. ഇത് 8000 രൂപയോ 10000 രൂപയോ ആയി ഉയർത്തിയേക്കാമെന്ന് വിലയിരുത്തലുകൾ. ആനുകൂല്യം വർദ്ധിച്ചാൽ കേരളത്തിൽ 23.4 ലക്ഷം PM കിസാൻ അംഗങ്ങൾക്ക് നേട്ടം. ഏറ്റുമുട്ടാൻ കരുത്തൻ SUV എക്സ്ട്രെയിൽ പ്രദർശിപ്പിച്ച നിസാൻ. എക്സ്ട്രെയിൽ ഇന്ത്യയിൽ എത്തിക്കുക പൂർണ്ണമായും നിർമ്മിച്ച ശേഷം ഇറക്കുമതി ചെയ്യുന്ന രീതിയിൽ. ഇന്ത്യയിൽ മാഗ്നറ്റ് കോമ്പാക്ട് SUV മാത്രം വിൽക്കുന്ന നിസാൻ ഇന്ത്യക്ക് എക്സ്ട്രെയിലിന്റെ വരവ് പുത്തൻ ഉണർവാകും. നേരത്തെ നിസാൻ ഇന്ത്യ പുറത്തുവിട്ട ടീസറിലും എക്സ്ട്രെയിലിന്റെ ഇന്ത്യയിലേക്കുള്ള വരവിന് ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിരുന്നു. കോയമ്പത്തൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് അബുദാബിയിലേക്ക് ഇൻഡിഗോ നോൺ സ്റ്റോപ്പ് സർവീസ് ആരംഭിക്കും. ഓഗസ്റ്റ് 10 മുതലാണ് സർവീസ് ആരംഭിക്കുക. ആഴ്ചയിൽ 3 സർവീസുകളാണ് നടത്തുക. കോയമ്പത്തൂരിൽ നിന്നുള്ള ഇൻഡിഗോയുടെ ആദ്യ അന്താരാഷ്ട്ര സർവീസ് ആയിരിക്കും ഇത്. കാർഗോ ഹോൾഡ് ഏരിയയിൽ പ്രശ്നം കണ്ടെത്തിയതിനെ തുടർന്ന് റഷ്യയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. 225 യാത്രക്കാരും 19 ക്രൂ അംഗങ്ങളും വിമാനത്തിലുണ്ടായിരുന്നു. റഷ്യ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എയർ ഇന്ത്യക്ക് ജീവനക്കാരില്ലാത്തതിനാൽ നടപടികൾക്കായി 3ാം കക്ഷികളുടെ സഹായം തേടി. വാട്സാപ്പ് മാതൃകയിൽ പുതിയ ചാറ്റ് ആപ്ലിക്കേഷൻ പുറത്തിറക്കി ജിയോ സേഫ് എന്നാണ് പുതിയ ആപ്പിന് നൽകിയ പേര്. വീഡിയോ കോളിംഗ് സാധ്യമാകുന്ന ഈ ആപ്പ് കൂടുതൽ സുരക്ഷയും സ്വകാര്യതയും ഉറപ്പാക്കുന്നു എന്നാണ് ജിയോയുടെ വാദം. 5G നെറ്റ്വർക്കിൽ മാത്രമേ ജിയോ സേഫ് ആപ്പ് ഉപയോഗിക്കാൻ കഴിയൂ. ഡെവലപ്പർമാർക്കും സ്റ്റാർട്ടപ്പുകൾക്കുമായി പുതിയ AI പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച ഗൂഗിൾ. AI ടൂളുകളും പ്രോഗ്രാമുകളും പങ്കാളിത്ത പദ്ധതികളുമാണ് ഗൂഗിൾ അവതരിപ്പിച്ചത്. ഇത് AI രംഗത്ത് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് ഗൂഗിൾ കണക്കാക്കുന്നത്. ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ നിന്ന് മലയാളി താരം സഞ്ജു സാംസനെ തഴഞ്ഞു. T20 ടീമിൽ സെക്കൻഡ് വിക്കറ്റ് കീപ്പറായി സഞ്ജുവിനെ ഉൾപ്പെടുത്തി. അവസാന ഏകദിനത്തിൽ താരം സെഞ്ചുറി നേടിയിരുന്നു. പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. രോഹിത് ശർമ്മ ഏകദിന ടീമിനെ നയിക്കും. ഹർദിക് പാണ്ഡ്യയെ മറികടന്ന T20 നായകനായി സൂര്യകുമാർ യാദവ്. മലയാളി താരം സഞ്ജു സാംസൺ T20 ടീമിൽ മാത്രം. ഇന്ത്യൻ താരം ശിഖർ ധവാനെ ബ്രാൻഡ് അംബാസിഡറാക്കി ഇന്ത്യൻ മോട്ടോ GP. റേസിംഗിനോടുള്ള അഭിനിവേശം വർദ്ധിപ്പിക്കാൻ താരത്തിനാകുമെന്ന് മോട്ടോ ജിപിയിൽ പങ്കാളിയാകാൻ സാധിച്ചതിൽ അഭിമാനമെന്ന ധവാൻ. ഗാരറ്റ് സൗത്ത്ഗേറ്റിന്റെ പിൻഗാമിയാകാൻ മാഞ്ചസ്റ്റർ സിറ്റി പരിശീലകൻ പെപ് ഗ്വാർഡിയോള. ഇംഗ്ലണ്ട് ദേശീയ ഫുട്ബോൾ ടീം പരിശീലകനായേക്കും. ഗ്വാർഡിയോളയുടെ സിറ്റിയുമായുള്ള കരാർ അടുത്ത വർഷം അവസാനിക്കും. ഒളിമ്പിക്സ് യോഗ്യത നേടിയ ഗോൾഫ് താരം ദിക്ഷാ ദാഗറിന് ഉപദേശവുമായി മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം കപിൽ ദേവ്. മത്സരഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ മികച്ച പ്രകടനം നടത്തുകയാണ് വേണ്ടത്. പ്രതികരണം പാരീസ് ഒളിമ്പിക്സിന് മുന്നോടിയായി.
ഇബ്രാഹിമോവിച്ചിന്റെ മകൻ AC മിലാനിലേക്ക്. 17-കാരനായ മാക്സ് മില്ലൻ അടുത്ത സീസണിൽ മിലാൻ യൂത്ത് ടീമിനായി അരങ്ങേറും. മുൻ AC മിലാൻ താരമായിരുന്നു ഇബ്രാഹിമോവിച്ച്. പാരീസ് ഒളിമ്പിക്സിന് മുന്നോടിയായി സുരക്ഷ വർദ്ധിപ്പിച്ച് പോലീസ്. സെൻ നദീതീരത്ത് സുരക്ഷാ ചുറ്റളവ് ഏർപ്പെടുത്തി. പാസ് ഇല്ലാത്തവർക്ക് പ്രവേശനം നിരോധിച്ചു. ഏഷ്യ കപ്പ് വളരെ പ്രധാനപ്പെട്ട ടൂർണമെന്റ് ആണെന്ന് ഇന്ത്യൻ വനിതാ ടീം നായകൻ ഹർമൻപ്രീത് കൗർ. ഓഗസ്റ്റിൽ ആരംഭിക്കുന്ന വനിതാ T20 ലോകകപ്പിനുള്ള തയ്യാറെടുപ്പ് കൂടിയാണ് ടൂർണമെന്റ്. ഏഷ്യ കപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഫോർമുല 1 ടീം ഹാസ് വിടാനൊരുങ്ങി ഡാനിഷ് താരം കെവിൻ മാഗ്നസൻ. സീസൺ അവസാനത്തോടെ താരം ടീം വിടും. പ്രഖ്യാപനം ഹംഗേറിയൻ ഗ്രാൻഡ് പ്രിക്സിന് മുന്നോടിയായി. ഹാസിനായി 135 മത്സരങ്ങളിൽ മാഗ്നസൻ കളത്തിലിറങ്ങി. പാരീസ് ഒളിമ്പിക്സിന്റെ US സംപ്രേഷണത്തിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാൻ ഗൂഗിൾ. മത്സരങ്ങൾ വിശദീകരിക്കാൻ കമന്റേറ്റർമാർക്കും AI ഉപയോഗിക്കാം. പുതിയ നീക്കം കൂടുതൽ കാണികളെ ആകർഷിക്കാൻ. വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഇന്ന് തുടക്കം. ആദ്യ ദിനം ഇന്ത്യ പാകിസ്ഥാൻ സൂപ്പർ പോരാട്ടം. മത്സരം വൈകിട്ട് 7 മണിക്ക്. ഉദ്ഘാടന മത്സരത്തിൽ UAE നേപ്പാളിനെ നേരിടും. ബോളിവുഡ് സൂപ്പർ താരങ്ങളെ മറികടന്ന ഏറ്റവും വിലപിടിപ്പുള്ള താരമായി ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി. കോഹ്ലിയുടെ ബ്രാൻഡ് മൂല്യം 29% ഉയർന്ന $227.9 മില്യൺ എത്തിയതായി റിപ്പോർട്ട്. നേട്ടം ഷാറൂഖ് ഖാനെയും രൺവീർ സിംഗിനെയും മറികടന്നു. മുൻനിര ക്രിക്കറ്റ് ടീമുകളുമായി പങ്കാളിത്തം ഉറപ്പിച്ച ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമായ ഫോമോ തമിഴ്നാട് പ്രീമിയർ ലീഗ്, മേജർ ലീഗ് ക്രിക്കറ്റ്, വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻഡ്സ് എന്നീ ടൂർണമെന്റുകൾക്ക് ഫോമോ 7 സ്പോൺസർഷിപ്പ് നൽകും. ക്രിക്കറ്റ് ലോകത്ത് മികച്ച സംഭാവനകൾ ഭാവിയിൽ നൽകുന്നതിനിത് സഹായകമാകും. പ്രൊമോഷന്റെ ഭാഗമായുള്ള എല്ലാ കാര്യങ്ങളിലും ടീമുകൾ പങ്കെടുക്കുക. ഫോമോ 7 ലോഗോ പതിച്ച ജേഴ്സി അണിയും. വെഞ്ഞാറമൂടിനെ കേന്ദ്ര കഥാപാത്രമാക്കി നിധിൻ രഞ്ജി പണിക്കർ സംവിധാനം ചെയ്യുന്ന നാഗേന്ദ്രൻസ് ഹണിമൂൺ സീരീസ് ഇന്ന് OTT-യിലൂടെ പ്രേക്ഷകരിലേക്ക്. സ്ട്രീമിംഗ് Disney+ ഹോട്ട്സ്റ്റാറിൽ. സീരീസിൽ കനി കുശ്രുതി, ശ്വേതാ മേനൻ, ഗ്രേസ് ആന്റണി, നിരഞ്ജന അനൂപ്, കലാഭവൻ ഷാജോൺ, പിഷാരടി തുടങ്ങിയ വൻ താരനിര. ആടുജീവിതം നെറ്റ്ഫ്ലിക്സിൽ ചിത്രത്തിന്റെ സ്ട്രീമിംഗ് ആരംഭിച്ചു. പൃഥ്വിരാജിനെ നായകനാക്കി ഒരുക്കിയ ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്തത് 113 ദിവസങ്ങൾക്ക് ഇപ്പുറമാണ് OTT-യിൽ പ്രദർശനം ആരംഭിച്ചത്. ബെന്യാമിന്റെ നോവലിനെ ആസ്പദമാക്കി സംവിധായകൻ ബ്ലസ്സി ഒരുക്കിയ ചിത്രം 150 കോടി ക്ലബിൽ ഇടം പിടിച്ചിരുന്നു. മലയാളത്തിനൊപ്പം തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലും ചിത്രമുണ്ട്. പുഷ്പക വിമാനത്തിലെ കാതൽ വന്തിരിച്ച് എന്ന റീമിക്സ് ഗാനം റിലീസ് ചെയ്തു. ഇളയരാജ ഈണം നൽകിയ ഒറിജിനൽ ഗാനം റീമിക്സ് ചെയ്തിരിക്കുന്നത് രാഹുൽ രാജ്. ഉല്ലാസ് കൃഷ്ണ ഒരുക്കുന്ന ചിത്രത്തിൽ സിജു വിൽസൺ, നമ്രത, ബാലു വർഗീസ്, ധീരജ് ഡെന്നി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്നു. ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ സിദ്ദിഖ്, മനോജ്
KU, ലെന, പത്മരാജ്, സോഹൻ സിനുലാൽ, ജയകൃഷ്ണൻ എന്നിവരും. ഭാസി, ബാബുരാജ്, ബിബിൻ ജോർജ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായെത്തുന്ന പൊങ്കാലയുടെ ടൈറ്റിൽ പോസ്റ്റർ റിലീസ് ചെയ്തു. ചിത്രത്തിന്റെ സംവിധായകൻ എബി ബിനിൽ ഗ്ലോബൽ പിക്ചേഴ്സ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ഡോണ തോമസ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ ഹരീഷ് ഉത്തമൻ, അലൻ സിയാർ, റോഷൻ ബഷീർ എന്നിവരും. ബേസിൽ ജോസഫിനെ നായകനാക്കി ജീത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന നുണക്കുഴിയുടെ ടീസർ ഇന്ന് വൈകുന്നേരം 6-ന് പുറത്തുവിടും. ഗുരുവായൂർ അമ്പല നടയിൽ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ബേസിൽ ജോസഫ് ലീഡ് റോളിലെത്തുന്ന ചിത്രമാണ് നുണക്കുഴി. ആന്റണി വർഗീസിനെ നായകനാക്കി അജിത് മാമ്പള്ളി സംവിധാനം ചെയ്യുന്ന കൊണ്ടൽ സെപ്റ്റംബർ 12-ന് റിലീസ് ചെയ്യും. പ്രഖ്യാപനം പ്രമുഖ ട്രേഡ് അനലിസ്റ്റ് ശ്രീധർ പിള്ളയുടെ ട്വീറ്റിലൂടെ. SN സ്വാമി ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം സീക്രട്ടിന്റെ ട്രെയിലർ പുറത്ത്. നടൻ മമ്മൂട്ടിയാണ് ട്രെയിലർ റിലീസ് ചെയ്തത്. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ SN സ്വാമി, ഗൗതം മേനൻ, കലേഷ് രാമാനന്ദ് തുടങ്ങിയ താരങ്ങളും പങ്കെടുത്തു.